കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നും നമുക്ക് പതിവ് പോലെ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് നമുക്ക് ആത്മാവിൽ നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. നേരായി നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല. നമുക്ക് ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്ന പാട്ട് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകരങ്ങളിൽ. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നലെ നമ്മൾ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. എന്നാൽ നമ്മൾ ആ സംസാരിച്ച് നമ്മളത് അതിൻ്റെ കുറച്ചുകൂടെ ആ യഹൂദന്മാരെ വെറുത്താലും ദൈവത്തിന് അവരോടൊരു നീതിയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് എല്ലാം ഒന്നും നിങ്ങളോട് പറഞ്ഞ് തീർക്കുവാൻ കഴിഞ്ഞില്ല. ആ ഭാഗം ഒന്ന് കുറച്ചുകൂടെ ഉണ്ട് പറയുവാൻ നിങ്ങളോട്. അതും കൂടെ ഇന്ന് നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് പറഞ്ഞ് ക്ലോസ് ചെയ്യാം.
അപ്പോൾ തന്നെ നമുക്ക് 24-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഇന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇന്നലെ നമ്മൾ പഠിക്കുവാൻ കഴിഞ്ഞത് യഹൂദന്മാരുടെ പീഡനകാലം അഥവാ മഹോപദ്രവത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് നമുക്ക് അതെന്തുകൊണ്ടാണ് അവർ ആ പീഡനത്തിൽ ഏർപ്പെടുന്നതെന്ന്, അല്ലെ ആ പീഡനം അവർക്ക് സഹിക്കേണ്ടി വരുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ഒരു ശകലം കൂടെ അത് പൂർത്തിയാക്കാനുണ്ട്. അത് പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് അത് ക്ലോസ് ചെയ്യാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇസ്രായേലിയർ സകല ജാതികളാലും വെറുക്കപ്പെടുമെന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകിയത്? അതിൻ്റെ ഒരു സാധ്യത വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ന്യായവിധികളുടെ ആദ്യ 4 മുദ്രകൾ തുറക്കുന്ന അവസരത്തിൽ ഭൂമിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ എല്ലാം കാരണക്കാരൻ ഇസ്രായേലിയരാണെന്ന് യഹൂദേതര വിഭാഗക്കാർ കരുതും. എന്നാൽ എന്തൊക്കെ ഒഴിവുതിരിവുകൾ പറഞ്ഞാലും ലോകത്തിലുള്ള ഇതര രാജ്യക്കാർ ഇസ്രായേലിയരെ വെറുക്കുകയും പീഡിപ്പിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇതുമാത്രമല്ല, അവരുടെ ഇടയിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ തന്നെ പരസ്പരം ഒറ്റപ്പെടുത്തുകയും ഇത്തരം അസ്വസ്ഥതകളും അരാജകത്വങ്ങളും അരങ്ങേറുമ്പോൾ ജനങ്ങൾ ആശ്വാസത്തിനും സഹായത്തിനും പ്രശ്ന പരിഹാരത്തിനുമായി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയം അവരെ സഹായിക്കാം എന്ന് തങ്ങളുടെ പക്കൽ ആശ്വാസത്തിൻ്റെ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടെന്നും അവർക്ക് ദൈവ പ്രത്യക്ഷത ലഭിച്ചെന്നും നടിക്കുന്ന കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ വ്യാജ പ്രവാചകർ രംഗത്ത് വന്ന് അവരെ വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാലാണ് അന്ത്യകാലത്ത് നടമാടുന്ന വലിയ ചതിക്കുഴിയിൽ ചെന്ന് ചാടരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത്. ദൈവിക പ്രവർത്തന പദ്ധതികൾ ഇസ്രായേലിനെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാനും അനുതപിക്കുന്നവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാനും ഉള്ളവയാണെന്ന് സാത്താന് ഉത്തമ ബോധ്യമുണ്ട്. എങ്കിലും അവൻ അത് ആഗ്രഹിക്കുന്നില്ല. അതിനാൽ യഹൂദന്മാരെ വഞ്ചിക്കുവാനും വഴിതെറ്റിക്കുവാനും സാത്താൻ അനേക വ്യാജ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയക്കുന്നതുമാണ്. ഇതിൽ അവൻ വലിയ തോതിൽ വിജയിക്കും. അതിനാലാണ് വഞ്ചിക്കപ്പെടരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയത്. അനേകരും എതിർ ക്രിസ്തുവായ വ്യാജ പ്രവാചകനാൽ വഞ്ചിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അക്കാലത്ത് ആയിരക്കണക്കിന് വ്യാജ പ്രവാചകന്മാർ പൊട്ടിമുളച്ച് ദേശത്ത് പരക്കും. വഞ്ചിക്കപ്പെടുന്നവർ സംഘർഷത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും നാളിൽ നിരാശ പൂണ്ട് പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം വെറുക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യും. അനേക രാഷ്ട്രങ്ങളിൽ കുഴപ്പങ്ങൾ വർദ്ധിക്കുകയും അവ അരാജകത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ദുരന്തം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. അത്തരം ഒരു സാഹചര്യം തികച്ചും വേദനാജനകവും ഭയാനകവുമാണ്. നിയമരാഹിത്യവും അരക്ഷിതാവസ്ഥയും ഉള്ളയിടത്ത് കഴിഞ്ഞുകൂടുവാൻ ആരും ഇഷ്ടപ്പെടുകയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അപ്പോഴാണ് മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം മറ നീക്കി പുറത്തു വരുന്നത്. ആരും ചോദിക്കുവാനും പറയുവാനും ഇല്ലാത്തയിടത്ത് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ കഴിയുന്ന ഒരിടത്ത് എന്തൊക്കെയാണ് നടക്കുക എന്ന് പറഞ്ഞറിയിക്കാൻ പോലും നിർവാഹമില്ല. നാം അനുവർത്തിക്കേണ്ട പരസ്പര സ്നേഹവും കരുതലും അന്ന് കണി കാണാൻ പോലും കിട്ടുകയില്ല. ഇത്തരം ഒരു സ്ഥിതിവിശേഷമാണ് ഗിരിപ്രഭാഷണത്തിൽ അവതരിപ്പിക്കുന്നത്. കാര്യങ്ങളുടെ പോക്ക് ഇപ്രകാരമൊക്കെ ആയിരുന്നാലും അന്ത്യം വരെയും സഹിച്ചു നിൽക്കുന്നവരും കർത്താവിനോട് കൂറു പുലർത്തുന്നവരുമായ ഒരു വിഭാഗത്തെ അവിടുന്ന് പീഡനത്തിൻ്റെ ഭീകരതയിൽ നിന്നും സംരക്ഷിക്കും. അവർ ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിന് അവകാശികളാകും. എന്നാൽ
ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുക്കുന്നതിന് മുൻപായി സകല ജാതികളും സുവിശേഷം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രഘോഷിപ്പിക്കണം എന്നാണ്. എന്തായാലും സുവിശേഷം എന്ന പദത്തിന് അർത്ഥം നല്ല വാർത്ത എന്നാണ്. അതിനാൽ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നതിന് രാജ്യത്തിൻ്റെ നല്ല വാർത്ത എന്നാണ് അർത്ഥം. 29-ാം വാക്യം ശ്രദ്ധിക്കുക. ആ കാലത്തിലെ കഷ്ടപീഡനം കഴിഞ്ഞ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മടങ്ങി വരും. അപ്പോൾ അക്ഷരീയമായി തന്നെ ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. മഹോപദ്രവകാല ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഇതൊരു സദ്വാർത്തയാണ്. അവർ യേശുക്രിസ്തുവിനോടും അവൻ്റെ രാജ്യത്തോടും കൂറ് പ്രകടിപ്പിക്കുവാൻ ഒരിക്കലും സന്നദ്ധരായിരുന്നില്ല. അക്കാലത്ത് ഈ ലോകത്തിൽ അധിവസിക്കുന്ന ഒട്ടനവധി പേരും ഈ നല്ല സന്ദേശം നിരാകരിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കും. ചിലരാകട്ടെ ഈ സുവിശേഷം സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കും. അതിനാൽ വലിയ വില കൊടുക്കേണ്ടതായി വരും. അത് അവർ ത്യാഗപൂർവം സഹിച്ചു നിൽക്കുന്നതാണ്. സുവിശേഷം കേൾക്കുവാനുള്ള സുവർണ അവസരം ദൈവം സർവ്വദേശത്തിനും പ്രദാനം ചെയ്യുന്നതാണ്. അതിനുശേഷമായിരിക്കും ലോക അന്ത്യം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ആ ടോപ്പിക്കിൻ്റെ അവസാന ഭാഗം ആണ് ഇന്ന് തീർക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇന്നും ഇന്നലെയുമായിട്ട് യഹൂദന്മാർ എന്തുകൊണ്ട് വെറുക്കപ്പെടാൻ കഴിഞ്ഞു എന്ന് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് ഇന്നും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നും നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴും കർത്താവിൻ്റെ വരവ് ആസന്നമായി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായി. അതുകൊണ്ട് നമ്മൾ ഭയത്തോടും വിറയിലോടും നമ്മൾ ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടുക. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളും എന്തോതിനായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്നോ, ഈ നെട്ടോട്ടം ഓടുന്ന ഒരു വിഷയങ്ങളിലും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നിത്യമായും നിത്യ സന്തോഷം നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ, നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടതൊക്കെ ആവശ്യമാണ്, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ അതിനായി കൂടുതൽ ആക്കം കാണിച്ച് കൂടുതൽ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഒരുങ്ങി പാർത്തിരിക്കണം. നമ്മൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനും യേശുവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാനും തൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് താൻ സ്നേഹിക്കുന്നതെന്നും അവരെയാണ് ചേർക്കുവാൻ വരുന്നതെന്നും നമുക്ക് വ്യക്തമായി വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ഇന്ന് പകലും നമുക്ക് രൂപാന്തരപ്പെടാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം വരെയും നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, പാപങ്ങൾ, ചിന്തകളൊക്കെ വന്നേക്കാം. എന്നാൽ ഒന്നുകൂടെ ഒന്ന് ഒരുക്കപ്പെടാം. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും, നമ്മുടെ ദേഹം നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ഒന്നുകൂടെ ഒന്ന് ഒരുക്കപ്പെടാം. നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എങ്കിലും ഹല്ലേലൂയ, ഇന്നലെ നമ്മൾ ചെയ്ത പാപത്തിൽ നിന്നും ഇന്ന് നമുക്കൊരു മുക്തി നേടാം. ഹല്ലേലൂയ. ഇന്നലെ ചെയ്ത പാപം ഇന്ന് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ കർത്താവേ നിന്റെ കൃപ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയും ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് തീരുവാൻ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തുറമുഖത്ത് എത്തപ്പെടുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നമ്മൾ എത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അനേക വാസസ്ഥലങ്ങൾ ഒരുക്കാൻ പോയിരിക്കുകയാണ്. ആ വാസസ്ഥലങ്ങളിൽ നമുക്ക് ചെന്ന് പാർക്കണ്ടേ? അവിടെ ചെന്ന് പാർക്കുവാൻ നമ്മൾ ഒരുങ്ങുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ്റെ വീടാണ് നമ്മുടെ വീട്. ഹല്ലേലൂയ. ഈ വീട് ഇവിടെ നമുക്കുള്ള ഭൂമിയിലുള്ള വീട് ശാശ്വതമല്ല. ഈ ഭവനം വിട്ട് നമ്മൾ പോകും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വയനാടിൻ്റെ പ്രദേശത്ത് നടന്ന സംഭവം. ജീവനും സ്വത്തും മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയും എല്ലാം ഒഴുകിപ്പോയൊരവസ്ഥ. ആമേൻ, സ്തോത്രം. നമ്മൾ പാർക്കുന്ന സ്ഥലവും സേഫാണ്, നമുക്കിതൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? നിശ്ചയമായും നമുക്കും ഇത് സംഭവിക്കാം. നമ്മളും സേഫ് അല്ല.
ഹല്ലേലൂയ. ആർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയത്തില്ല. ആർക്കും നമുക്ക് വേണ്ടി മറുവില കൊടുക്കുവാൻ കഴിയുന്ന ആരുമില്ല. അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മൾ കൃപയാലാണ് ഇന്നും ജീവനോടെ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നീ ഹല്ലേലൂയ ഞങ്ങളെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല ദൈവമേ, ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞങ്ങൾ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് നമ്മൾ കുറ്റമറ്റ മനസാക്ഷിയോടെ, ഇന്നലെ വരെ ആരെയെങ്കിലും എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആഴമായി വെളിപ്പെടാത്ത ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ദൈവത്തോട് അകന്ന് നിന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു, ദൈവമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതുകൊണ്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. എല്ലാവരോടും നമുക്ക് സ്നേഹം ആചരിക്കാം. ആരെയും നമുക്ക് വെറുക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഒക്കെ നമ്മളോട് മോചിച്ചതുപോലെ, കർത്താവ് ആ കാൽവരി ക്രൂശിൽ സ്തോത്രം നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഏതൊക്കെ മേഖലകളിൽ കൂടി കാണുക കർത്താവ് കാൽവറിയിൽ എത്തപ്പെട്ടത്, അതിൻ്റെ 1% പോലും നമ്മളോട് ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവമേ കൃപ തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ സിസ്റ്ററെ, എന്നോട് അവർ ചെയ്തു കൂട്ടിയത്, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് അവരോട് ഒരിക്കലും ക്ഷമിക്കുവാൻ വയ്യ, എന്നെ അവരുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് സഹിച്ച ഒരു കഷ്ടം നീ അവരിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നമ്മളെ വേദനിപ്പിച്ചവര്, ഏറ്റവും നമ്മളെ വെറുപ്പിച്ചവര് ആരുണ്ടോ അവരെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുക. അവരെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, അവര് നിത്യത നഷ്ടപ്പെട്ടു പോകല്ലേ, അവർക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകല്ലേ, അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് കർത്താവേ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് നമുക്ക് ദൈവത്തോടും മനുഷ്യനോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി തീരാം. എല്ലാവരോടും സ്നേഹം ആചരിക്കുക, ക്ഷമിക്കുക, സഹിക്കുക. ഈ പറയുന്ന ഞാനും ഹല്ലേലൂയ ദൈവത്തോട് നിരന്തരം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ ഉപബോധ മനസ്സിൽ പോലും ആരെക്കൊണ്ടും ഒരു വാശിയോ വൈരാഗ്യമോ പകയോ വിദ്വേഷമോ ഒന്നും എൻ്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ച്, എൻ്റെ ഉപബോധ മനസ്സിൽ സ്ഥാനം പിടിച്ച് ദൈവകൃപ ചോർന്നു കളയുന്ന ഒന്നും എന്നിൽ ഉണ്ടാകല്ലേ കർത്താവേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. മനുഷ്യനാണ്, തെറ്റും കുറ്റവും ഒക്കെ വരും. എങ്കിലും നമ്മുടെ അപ്പൻ്റെ മക്കളാണ് എല്ലാവരും എന്നുള്ള ചിന്തയിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഓർത്ത്, നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ഒരു കുറവ് ചെയ്താൽ നമ്മൾ അവരോട് ക്ഷമിക്കത്തില്ലേ? അവരെന്തെങ്കിലും ഒരു കുറവ് കാണിച്ചാൽ, അവരെ എന്തെങ്കിലും നമുക്ക് നഷ്ടം വരുത്തിയാലും നമ്മൾ അവരോട് ക്ഷമിക്കത്തില്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ക്ഷമിക്കത്തില്ലേ? ഹല്ലേലൂയ. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തക്കവണ്ണം നല്ലൊരു സഹനം തരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലവും ആ സഹനവും ആ കർത്താവിൻ്റെ ത്യാഗവും ആ കർത്താവിൻ്റെ മനസ്സലിവും കരുണയും നമുക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിൽ നമ്മൾക്ക് എടുക്കപ്പെടണം. നമ്മൾ ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിച്ച് നമുക്ക് ജീവിക്കാം. അനേകരോട് കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് ഘോഷിക്കാം. അനേകരെ കർത്താവിങ്കിലേക്ക് നേടാം. ഹല്ലേലൂയ. സ്തോത്രം. ചേറ്റിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, അനേകരെ വിടുവിക്കപ്പെടാനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ, കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ സുവിശേഷം നിമിത്തം ഹല്ലേലൂയ നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കർത്താവിനോട് നമ്മൾ കടക്കാരാണ്. അനേകരോട് സുവിശേഷം പറയേണ്ടതായ കടമ നമ്മുടെ അകത്തുണ്ട്. ഇന്ന് പകൽക്കാലം നല്ല മനസാക്ഷിയോടെ നമുക്ക് ജീവിക്കാം. നല്ല മനസാക്ഷിയോടെ കർത്താവിൻ്റെ സുവിശേഷ ഘോഷണത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കാം. ശത്രു അകത്ത് കയറാതെ വണ്ണം, ശത്രു വളർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥനയുള്ളവരായി തീർന്നില്ലെങ്കിൽ ശത്രു അകത്തു കയറും. പിന്നെ അവിടെയൊക്കെ സമാധാനക്കുറവുണ്ടാകും. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഭവനത്തിനകത്ത് വാഴട്ടെ. ഇന്ന് പകൽക്കാലം ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അല്പസമയത്തെ ചിന്തയ്ക്കായി ഞങ്ങൾ പറഞ്ഞതെല്ലാം കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം മനസ്സിലാകുവാനും, ഞങ്ങൾ പാടിയ പാട്ട് ഞങ്ങൾ ആത്മാവിൽ പാടുവാനും
നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവെ. ആത്മാവിൽ പാടി, ആത്മാവിൽ പ്രസംഗിച്ചു, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ജഡപ്രകാരം ഒന്നും ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല, ആത്മാവിൽ കർത്താവെ പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ പ്രസംഗിക്കുവാനും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ കർത്താവിനെ ഘോഷിപ്പാൻ, ആ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനത തികയ്ക്കുന്ന ദൈവിക ബലം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ജനത്തെ വിടുവിപ്പാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ആ ദൗത്യം പൂർത്തിയാക്കി സന്തോഷത്തോടെ എൻ്റെ അപ്പൻ്റെ വരവിൽ ഞങ്ങൾ ഒരുമിച്ച് എടുക്കപ്പെടുവാൻ ഈ ലോകത്തിലുള്ള സകല ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രസംഗിക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന അടിയനും കുടുംബവും കുഞ്ഞുങ്ങളും കർത്താവേ സ്തോത്രം, അതേ നഷ്ടപ്പെട്ടു പോയാൽ ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾ കൃപയാൽ ഇത്രത്തോളം ഞങ്ങളെ നിർത്തിയെങ്കിൽ കൃപയാലാണ് കർത്താവേ. ഹല്ലേലൂയ. സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ദേശത്തോട്, ഞങ്ങൾ പാർക്കുന്ന കർണാടക സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിലൊരു ദൈവപ്രവൃത്തി 2024 നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഒരു ശക്തമായ ഉണർവ് ഈ 24 കർണാടകയിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. ജനമെല്ലാം മാനസാന്തരപ്പെടുവാൻ രൂപാന്തരപ്പെട്ടിട്ട് സകല മനുഷ്യരും സകല മതസ്ഥരും സകല ഭരണാധികാരികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. 31 ജില്ലകളും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഉൾഗ്രാമങ്ങളിൽ സുവിശേഷ ഘോഷണം നടക്കുവാൻ സകല തടസ്സങ്ങളെ ദൂരീകരിക്കണമേ കർത്താവേ. ദൈവശക്തി 31 ജില്ലകളിൽ വെളിപ്പെടേണ്ടതിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. സകല കർത്താവേ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതേ യുവജനങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കോളേജ് വിദ്യാഭ്യാസം ചെയ്ത മക്കളെ, ജോലി ചെയ്യുന്ന മക്കളെ, വിവാഹപ്രായമായ തലമുറകളെ, അതേ തലമുറകളില്ലാത്ത മക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ ഈ കർണാടക സംസ്ഥാനത്തോട് കരുണ തോന്നണമേ. ഹോസ്റ്റലുകളിലും കോളേജുകളിലും ഒക്കെ ആയി കഴിയുന്ന മക്കളുണ്ടല്ലോ കർത്താവെ, ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അവർ വഴിവിട്ട കർത്താവെ യാത്രയുണ്ടാകാതെ ദൈവഹിതപ്രകാരം അവർ യാത്ര ചെയ്യുക. യൗവനകാലത്ത് സൃഷ്ടാവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർണാടക സംസ്ഥാനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കണമേ. ഞങ്ങൾ കൂടുന്ന ആലയത്തെ അനുഗ്രഹിക്കണമേ. കർത്തൃദാസൻ കുടുംബ തലമുറകൾ ആബാലവൃത്തം ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. ആ ദേശത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വയനാട് പ്രദേശത്ത് നടന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കർത്താവെ, മുറിവ് ഉണങ്ങാതിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ട്. വേദന കർത്താവെ വേദന നിറഞ്ഞു നിൽക്കുന്ന നിന്റെ മക്കളുണ്ട്. ശേഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവുമായി നല്ല ബന്ധം സ്ഥാപിച്ച് സമാധാനം കണ്ടെത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റിലും 9 കേന്ദ്രഭരണ പ്രദേശത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സകല ജനവും വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മത നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ദൈവത്തിന് വിരോധമായി കർത്താവെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. മത നേതാക്കന്മാരോട് കരുണ തോന്നണം. ഭരണാധികാരികളോട് അങ്ങ് മനസ്സലിയണം. അവരുടെ ഭരണമൊക്കെ സത്യസന്ധമായി ചെയ്യുവാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലറകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരോടും കരുണ തോന്നണമേ. വളരെ പീഡയിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക്, അതേ മക്കളും മരുമക്കൾ, കൊച്ചുമക്കള്, അവരുടെ തലമുറയായ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമേ. സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ അവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിദേശ രാജ്യങ്ങൾ കഴിയുന്ന സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനവാസമുള്ള സകല ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മാനവരാശിയും ഞങ്ങൾ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചർച്ചക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ കർത്താവെ, ഗൾഫ് രാഷ്ട്രങ്ങൾ, അങ്ങനെ കർത്താവെ അന്യ രാജ്യങ്ങളൊക്കെ കർത്താവെ പാർക്കുന്നതിൻ്റെ മക്കള്, അവരെല്ലാം അനുഗ്രഹിക്കണമേ. സ്വർഗീയ സന്തോഷം അവരെല്ലാവരും അനുഭവിക്കട്ടെ. ഈ മെസ്സേജ് കേൾക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. യൂട്യൂബിൽ കൂടി കർത്താവെ കമന്റ് ബോക്സിൽ കർത്താവ് മെസ്സേജ് അയക്കുന്നതിൻ്റെ മക്കള്, ഹല്ലേലൂയ സ്തോത്ര, വോയിസ് മെസ്സേജ് അയക്കുന്ന, എന്നെ കോൾ ചെയ്യുന്നതിൻ്റെ കുഞ്ഞുങ്ങള്, ഹല്ലേലൂയ, വിവിധ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളായിരിക്കുന്ന നിന്റെ മക്കള്, ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ കർത്താവെ ദിനം പ്രതി വിളിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ സകല ആവശ്യങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ.
സകല മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് നല്ല ഒരു കൂട്ടായ്മ തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പാടുവാനും വചനം പങ്കിടുവാനും പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ജീവനോടെ ഞങ്ങളെ ഇരുത്തിയതോർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. നാളെയും തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പകൽക്കാലം നിന്നെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അപ്പോൾ സകലവും നന്നായി ചെയ്യും കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ സ്നേഹത്തിനും വിരോധമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളുടെ മേലും എൻ്റെ യേശു ജയമെടുത്തതിനായി സ്തോത്രം. വിടുതൽ മുടങ്ങുവാൻ തക്കവണ്ണം പിശാച് മെനയുന്ന തന്ത്രങ്ങളുടെ മേൽ സ്വർലോകത്തിന്റെ ഭൂലോകത്തിന്റെ അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവന്റെ തന്ത്രങ്ങളെല്ലാം വേരോടെ കത്തിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ദൈവിക അനുഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. സമാധാനത്തോടെ ഇന്ന് പകൽക്കാലവും ആയിരിക്കാം. തിരുഹിതമാണെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.